നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയിട്ടുണ്ട്. മന്ത്രിമാരുൾപ്പെടെ വയനാട്ടിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഇന്ന് പുലർച്ചെയോടെയാണ് വയനാട്ടിൽ രണ്ടിടത്തായി ഉരുൾപൊട്ടിയത്. കുരുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ അടക്കം എത്തിക്കാനാണ് ശ്രമം. മന്ത്രി എ.കെ. ശശീന്ദ്രൻ വയനാട്ടിലേക്ക് തിരിച്ചു. മന്ത്രിമാരായ കെ രാജൻ, മുഹമ്മദ് റിയാസ് എന്നിവർ ഉടൻ തന്നെ ജില്ലയിലേക്ക് തിരിക്കും. 16 പേരാണ് മേപ്പാടി ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ മന്ത്രി കെ രാജനും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും വയനാട് മേപ്പാടിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ടി സിദ്ദിഖ് എം.എൽ.എ. നിലവിൽ സ്ഥലത്തുണ്ട്. ടി സിദ്ദിഖ് എം.എൽ.എയും മന്ത്രി കെ രാജനും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് എത്രയും വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഏതു മാർഗം സ്വീകരിച്ചും നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ കൂടുതൽ മന്ത്രിമാരും എം.എൽ.എമാരും ഉന്നത ഉദ്യോഗസ്ഥരും അപകടസ്ഥലത്തേക്ക് ഉടനെ എത്തിച്ചേരും. നിലവിൽ NDRF സംഘങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വീണ്ടും അവിടേക്ക് കൂടുതൽ NDRF സംഘങ്ങളെ അയച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ വിലയിരുത്തി ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി ആവശ്യമുള്ള സൈന്യവും ഹെലികോപ്റ്ററും അടക്കമുള്ള മറ്റ് സന്നാഹങ്ങൾ അടിയന്തരമായി ഉടനെ അവിടെ എത്തിച്ചേരുന്നതിനുള്ള നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്.